Hi, hello everyone. നമ്മളിപ്പോൾ സോളിഡ്സിൽ പിരമിഡ് എന്ന പോർഷൻ ആദ്യം നോക്കാം. Pyramid. The solid object where the sides are triangle which meets at the top. The base is a polygon. പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആണ്. അതിൻ്റെ ബേസ് ഒരു പോളിഗൺ ആണ്. പോളിഗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പോൾ പോളിഗൺ ഒരു സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ആ പിരമിഡിന് സ്ക്വയർ പിരമിഡ് എന്നും, ബേസ് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, അതായത് പോളിഗൺ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ട്രയാങ്കിൾ പിരമിഡ് പറയും. The side of the polygon forming base of the pyramid is called the base edge. അതായത് പോളിഗൻ്റെ സൈഡ് തന്നെയാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. The side of the polygon forming base of the pyramid is called the base edge, and other sides of the triangle are called lateral edge. ബേസ് അല്ലാത്ത ബാക്കി എല്ലാ എഡ്ജും, ട്രയാങ്കിൾസിൻ്റെ ബാക്കി എല്ലാ സൈഡ്സിനെയും നമ്മൾ എന്തെന്ന് പറയും? ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. The uppermost point of the pyramid is called the apex, and the height of the pyramid is a perpendicular distance from the apex to the base. ഇനി നമ്മൾ ഏരിയയിലോട്ട് കിടക്കണേണ്. ഏരിയ ഓഫ് ദ പിരമിഡ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള. ഹൈറ്റ്. നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സർഫേസ് എഡ്ജ് 2 മീറ്റർ ആൻഡ് ലാറ്ററൽ എഡ്ജ് 3 മീറ്റർ? നമുക്ക് ആദ്യം സ്ക്വയർ പിരമിഡ് എന്താണെന്നൊന്ന് ഓർക്കാം. സ്ക്വയർ പിരമിഡിന് ഒരു ബേസും 4 ലാറ്ററൽ ഫേസസും ഉണ്ടാവും. ആ ലാറ്ററൽ ഫേസസ് എല്ലാം എന്തായിരിക്കും? ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്കും ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസ് നമുക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ലേ? ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം തന്നേക്കണം എന്തൊക്കെയാണെന്ന്. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ് ഓഫ് ദ ബേസ് എഡ്ജ് 2 മീറ്റർ. അപ്പോൾ ബേസ് എഡ്ജ് 2 മീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ദ ലാറ്ററൽ എഡ്ജ് 3 മീറ്റർ. ലാറ്ററൽ എഡ്ജ് ഈക്വൽ ടു 3 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്വയർ പിരമിഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസ് കണ്ടുപിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ ഈക്വൽ ടു 4 മീറ്റർ. ഇനി ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കുലർ ഫേസ്, ഒരു ട്രയാങ്കിളിന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഫിഗറിലോട്ട് നോക്കി ഒരു ട്രയാങ്കിളിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബേസ് എത്രയാണ്? 2 മീറ്റേഴ്സ്. അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ അറിയാം എത്രയാണ്? ഹൈപ്പോട്ടനസ് 3 മീറ്റർ ആണെന്ന് അറിയാം. അതിൻ്റെ ബേസ് എത്രയാണെന്ന് പറയാനായിട്ട് നമ്മൾ ആ ട്രയാങ്കിളിനെ 2 ഡിവൈഡ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കണ്ടേ? നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് അപ്പോൾ അവിടെ ആൾട്ടിറ്റ്യൂഡ് അറിഞ്ഞൂടാ. ബേസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. പിന്നെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മീറ്റർ ആണ്. അപ്പം നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് എത്രയാണ്? 3. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റൂട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കിട്ടി. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു ബേസ് എത്രയാണ്? 2 ഇൻറ്റു ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2 റൂട്ട് 2. അത് വിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 റൂട്ട് 2 സ്ക്വയർ മീറ്റർ കിട്ടി. ഇനി സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ് ഈസ് 4 പ്ലസ്, അതായത് നമ്മൾ ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് 4 ട്രയാങ്കിൾ ഫേസസ്. അപ്പോൾ 4 ഇൻറ്റു 2 റൂട്ട് 2. നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ച ഒരു ട്രയാങ്കിളിൻ്റെ അല്ലേ? 4 ട്രയാങ്കിൾ വന്നാലല്ലേ നമുക്ക് സ്ക്വയർ പിരമിഡ് വരുള്ളൂ. അപ്പോൾ 4 ഇൻറ്റു 2 റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 8 റൂട്ട് 2 സ്ക്വയർ മീറ്റർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, a square of side 5 cm, an isosceles triangle of base 5 cm and height 8 cm are to be put together to make a square pyramid. How many square centimeters of paper is needed? നമുക്ക് തന്നേക്കണം എന്തൊക്കെയാണ്?
നമ്മളൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ സ്ക്വയർ പിരമിഡിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സ്ക്വയറും ഉണ്ട്, അതേപോലെ തന്നെ 4 ട്രയാങ്കിൾസും ഉണ്ട്. അപ്പോൾ സ്ക്വയർ പിരമിഡിൻ്റെ ഒരു സൈഡ്, സ്ക്വയർ പിരമിഡിൻ്റെ അകത്ത് സ്ക്വയറിൻ്റെ ഒരു സൈഡ്, ബേസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ഓഫ് സൈഡ് 5 cm ആണെന്ന് അവർ തന്നിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിൾ വേണമല്ലോ, അപ്പോൾ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് ബേസ് 5 cm ആൻഡ് ഹൈറ്റ് 8 cm. തന്നേക്കണതൊക്കെ നമ്മൾ എഴുതാൻ പോണേ. സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 5 cm, ബേസ് ഹൈറ്റ് ഓഫ് ദ ഐസോസിലസ് ട്രയാങ്കിൾ ഈക്വൽ ടു 8 cm. നമ്മൾ നേരത്തെ കണ്ട ഫിഗർ ഒന്നും കൂടി മനസ്സിലാക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടത് ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസും, ഒരു സ്ക്വയർ ബേസും 4 ഐസോസിലസ് ട്രയാങ്കിൾസും വേണം. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് ദ 4 ഐസോസിലസ് ട്രയാങ്കിൾസ്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു സൈഡ് സ്ക്വയർ ഈക്വൽ ടു 5 cm, ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 cm സ്ക്വയർ. ഏരിയ ഓഫ് 1 ഐസോസിലസ് ട്രയാങ്കിൾ ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ബേസ് 5 cm ആണെന്നും ഹൈറ്റ് 8 cm ആണെന്നും. ഡയറക്റ്റ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/2 ഇൻറ്റു 5 ഇൻറ്റു 8 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 cm സ്ക്വയർ. 4 ഐസോസിലസ് ട്രയാങ്കിൾ വേണ്ടേ? അപ്പോൾ ഏരിയ ഓഫ് 4 ഐസോസിലസ് ട്രയാങ്കിൾ ഈക്വൽ ടു 20 ഇൻറ്റു 4 ഈക്വൽ ടു 80 cm സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 4 ഐസോസിലസ് ട്രയാങ്കിൾസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് 80 cm സ്ക്വയർ ഈക്വൽ ടു 105 cm സ്ക്വയർ. ദസ് വി നീഡ് 105 cm സ്ക്വയർ പേപ്പർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അത് തന്നെ ആയിരുന്നില്ലേ? ഹൗ മെനി സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ഇസ് നീഡഡ്? എത്ര ഏരിയ വേണമെന്ന് തന്നെയാണ് നമ്മളോട് ചോദിച്ചത്. ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലായി? സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അത് യൂണിറ്റ് അല്ലേ? ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ളതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ലാറ്ററൽ ഫേസ് ഓഫ് സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഓഫ് സൈഡ് 30 cm. വാട്ട് ഇസ് ഇറ്റ് സർഫസ് ഏരിയ? നമ്മൾ പിന്നെയും സ്ക്വയർ പിരമിഡ് എന്താണെന്ന് ആലോചിക്കാം. സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കൊരു സ്ക്വയർ ബേസും പിന്നെ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് പറഞ്ഞുകൊണ്ടാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കൂടി കൂടുമ്പോഴാണ് നമുക്കൊരു സ്ക്വയർ പിരമിഡ് കിട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യം ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കണ്ടുപിടിക്കും. ആ 2 ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർഫസ് ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ് കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡും ഈക്വൽ ആണ്. അപ്പോഴത്തേക്കും സൈഡ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് 30 cm. സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു സൈഡ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു 30 cm. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ എത്രയാണ്? 30 cm ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 900 cm സ്ക്വയർ. ഏരിയ ഓഫ് 1 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു √3/4 a സ്ക്വയർ. അതൊരു ഇക്വേഷനാണ്, ഓർത്ത് വെക്കുക. ഏരിയ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു √3/4 a സ്ക്വയർ. എ എത്രയാണെന്ന് നമുക്കറിയാം, 30 ആണെന്ന്. അപ്പോൾ √3/4 30 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 225 √3 cm സ്ക്വയർ. Area of 4 equilateral triangles equal to 225 √3 into 4 equal to 900 √3 cm square. നമുക്കറിയാം സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 4 equilateral triangles. That is equal to 900 plus 900 √3 cm square. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A toy is the shape of a square pyramid of base edge 16 cm and slant height 10 cm. What is the total cost of painting 500 such toys at ₹80 per square meter? സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പിൽ നമ്മളൊരു ടോയ് ഉണ്ടാക്കി. ഓഫ് ബേസ് എഡ്ജ് 16 cm ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 10 cm. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ് തന്നെയാണല്ലോ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ബേസ് എഡ്ജ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് എത്രയാണെന്ന് കിട്ടി? 16 cm ആണെന്ന് കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിളിനായിട്ട് ഈക്വൽ ആണ്, ഈക്വൽ ടു 10 cm കിട്ടി. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് ₹80 per square meter? നമ്മളങ്ങനെ ഒരു ടോയ് ഉണ്ടാക്കി. ഈ തന്നേക്കുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ടോയ് ഉണ്ടാക്കി. അങ്ങനത്തെ 500 ടോയ്സ് ഉണ്ടാക്കി.
500 ടോയ്സ് ഉണ്ടാക്കി. ആ ടോയ്സിൻ്റെ ഒരു മീറ്ററിന് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ₹80 കൊടുക്കണം. അപ്പോൾ 500 ടോയ്സിൻ്റെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും നമ്മളോട് ചോദിച്ചേക്കണത്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് ₹80 per square meter? ബേസ് എഡ്ജ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് എത്രയാണെന്ന് തന്ന് 16 cm ആണ് തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു 10 cm അതും തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ സ്ക്വയർ equal to a square 16 cm the whole square equal to 256 cm square. Area of the triangle equal to 1/2 base into height equal to 1/2 into അതും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 16 into 10 equal to 80 cm square. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ കണ്ടുപിടിക്കാമല്ലോ ഏരിയ. ഏരിയ ഓഫ് ദ വൺ സ്ക്വയർ പിരമിഡ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് 4 triangles that is equal to 256 plus 4 into 80 that is equal to 576 cm square. നമ്മളപ്പോൾ ഇപ്പം ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഏരിയ കണ്ടുപിടിച്ച്. ഇപ്പം നമുക്ക് 500 സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് 500 സ്ക്വയർ പിരമിഡ്സ് എത്രയായിരിക്കും? സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 288,000 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കുക, അറ്റ് ₹80 per square meterആണ് പറഞ്ഞേക്കുന്നത്. ഒരു മീറ്റർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ₹80 വാങ്ങുന്നത്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 28.8 മീറ്റർ സ്ക്വയർ കിട്ടും. കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് ഫോർ 1 square meter ഈക്വൽ ടു ₹80. Therefore total cost of painting 28.8 meter square area equal to ₹80 into 28.8 equal to ₹2,304. അപ്പോൾ അതിൻ്റെ ആൻസറും നമുക്ക് കിട്ടി. താങ്ക് യു.